മാതൃഭൂമി.com സംഘടിപ്പിക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ നാളെയും മറ്റന്നാളുമായി ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കും. 50ഓളം ബിൽഡർമാരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഷാർജയിൽ പുരോഗമിക്കുകയാണ്. എക്സ്പോ സെന്ററിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെയും പദ്ധതികളാണ് മാതൃഭൂമി.com പ്രോപ്പർട്ടി എക്സ്പോയിൽ ഷാർജ എക്സ്പോ സെന്ററിൽ അവതരിപ്പിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന പദ്ധതികളും പൂർത്തിയായിട്ടുള്ള പദ്ധതികളും എല്ലാമുണ്ട്. ബിൽഡേഴ്സിൽ നിന്ന് ഓരോ പദ്ധതികളെയും കുറിച്ച് നേരിട്ട് ചോദിച്ച് സന്ദർശകർക്ക് മനസ്സിലാക്കാം. സ്വന്തം ഭാവനയ്ക്കും സ്വന്തം സാമ്പത്തിക ശേഷിക്കും അനുസരിച്ചുള്ള പദ്ധതികൾ ഇവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യാനും സൗകര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത മാതൃഭൂമി.comനൊപ്പം ക്രെഡായും കൂടി ചേരുന്നത് കൊണ്ട് തന്നെ വിശ്വാസ്യത കൂടുതലാണ്. എല്ലാം തന്നെ റിറയുടെ അംഗീകാരത്തോടു കൂടി ഉള്ള പ്രൊജക്റ്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യസമേതം ഈ എക്സ്പോ സെൻറ്ററിൽ വരാം. ഇവിടെ വന്ന് നിങ്ങൾ ഈ ബിൽഡർമാരെ പരിചയപ്പെടാം, അവരുടെ പ്രൊജക്റ്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് എന്നുള്ളൊരു സംഗതി എപ്പോഴും നമുക്കൊരു വലിയ ലിമിറ്റിംഗ് ഫാക്ടറാണ്. കാരണം ഈ വർഷം നമുക്ക് വിൽക്കാൻ സാധിക്കുന്ന വിലയായിരിക്കില്ല അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരിക. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഏറ്റവും മികച്ച സമയം ഇതാണെന്നാണ് ക്രെഡായ് സിഒ സേതുനാഥ് മുകുന്ദൻ അടക്കമുള്ളവർ പറയുന്നത്. വിഴിഞ്ഞം പദ്ധതിയും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ വരുന്ന IT രംഗത്തെ വികസന പദ്ധതികളും എല്ലാം തന്നെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചോളം തിരുവനന്തപുരത്താണെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 2, ഫേസ് 3 വരുന്ന വികസനങ്ങൾ, കാലിക്കറ്റിലാണെങ്കിൽ സൈബർ സിറ്റിയുടെ വികസനങ്ങൾ, കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിൻ്റെ വികസനങ്ങൾ, ഇതെല്ലാം IT മേഖലയിൽ വളരെ ശക്തമായിട്ട് തന്നെ തൊഴിലവസരങ്ങൾ വരുന്ന 2-3-4 കൊല്ലങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഞങ്ങളുടെ കണക്ക് പ്രകാരം 50,000 മുതൽ 75,000 വരെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഗാർഹികമായിട്ടും കൊമേഴ്സ്യലി ആയിട്ടും എല്ലാം സ്പേസുകൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരികയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് പ്രോപ്പർട്ടി എക്സ്പോ നീണ്ടു നിൽക്കുക. മൃണാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ സുൽത്താൻ മാജിദ് അൽ ഷംസിയാണ് മേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.